ഈ ട്രെയിലറിൽ കണ്ടത് ഒരു കോമഡി വിത്ത് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ മുല്ലപ്പൂ സാധാരണ ഈ ലോക്കൽ സാധനമൊക്കെ അടിക്കുമ്പോൾ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന രീതിയിൽ ഈ ഇതിലെ കഥാപാത്രം ഉപയോഗിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ മുല്ലപ്പൂ അലർജി ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്ന അലർജി പോലെ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എനിമി ജവാൻ അടിക്കാനോ അത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും മുല്ലപ്പൂ ടച്ചപ്പാട് കഴിച്ചിട്ടുണ്ടോ? അല്ല, ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത് അത്തരം ഒരു ജവാൻ മുല്ലപ്പൂ അല്ല. ശരിക്കും കുറെ ആളുകൾ അങ്ങനെ പറയുമെങ്കിലും ഇത് ശരിക്കും ഒറിജിനൽ ജവാന്റെ കുടുംബം മുല്ലപ്പൂവിന്റെ പരിമള മുല്ലപ്പൂവിന്റെ എന്താ പറയാ അത്ര സൗന്ദര്യമുള്ള ഭാര്യ, അതുപോലൊരു മകള് ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബത്തിന്റെ കഥയാണ്. ഇതിനകത്ത് മുല്ലപ്പൂ അതിനകത്ത് അലർജി ആയിട്ട് കാണിക്കുന്നത് എനിക്കാണ്. മുല്ലപ്പൂ അലർജിയാണ് തുമ്മണത്. പിന്നെ എന്താ പറയാ മുല്ലപ്പൂ ഇഷ്ടമാണ് ഭാര്യയ്ക്ക് കൂടുതൽ. അപ്പൊ പരിപാടി പൊളിയുന്നതിന്റെ അങ്ങനെ എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല കൂടുതൽ. കാരണം വെച്ചാൽ ഞാൻ ഈ വൺമാൻ ഷോ എന്ന് പറയുന്നത് ഈ കുടിയന്റെ ഒരു വൺമാൻ ഷോ ആയതുകൊണ്ട് ഇന്നെ എവിടെ ഏതൊരു ഏരിയ ചെന്നാലും നമുക്ക് പറ്റിയ ഒരാളോട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നിശ്ചിത ടീമോടെ ഉണ്ടാവും. ആ ടീമുകളെ ഞാൻ കണ്ടുപിടിക്കും, അവരിലേക്ക് എത്തും, കോമഡി പറയും. താൽക്കാലികമായിട്ട് അവരെ മാത്രം പറഞ്ഞ് നിർത്തിയാൽ മതിയെങ്കിൽ അത് നിർത്തിയിട്ട് നേരെ വേദി കയറും, പാട്ടും പാടി ഞാൻ ഉണ്ടാവും. എനിക്കൊരു അനുഭവം ഉണ്ടായത് ചീറ്റിപ്പോയൊരു കഥ ഞാൻ പറയാൻ വേണ്ടി. ഒരു പ്രഗത്ഭനായ ഒരു ഗായകന്റെ ഒരു പരിപാടിക്ക് ഈ പറയുന്ന അങ്കമാലിയിലായിരുന്നു. അങ്കമാലിയില് അതായത് അങ്കമാലിയില് വലിയൊരു ഓഡിറ്റോറിയത്തിന്റെ അകത്ത് പരിപാടി നടക്കുന്നു. ഞാൻ വൺമാൻ ഷോയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബെല്ലി ഡാൻസ് ഉണ്ട്, പിന്നെ സിനിമാറ്റിക് ഡാൻസ്, പാട്ടുകാരൻ. ഞാൻ ആദ്യം പാട്ടുകാർ കയറിയിട്ടൊരു മൂന്നാലഞ്ച് പാട്ട് പാടി. ആളുകൾ കൂവുന്നു, ഭയങ്കര കൂവല്. പാട്ട് പാടുന്നതിന് തുള്ളുന്നില്ല, ചുമ്മാ കൂവുക. പക്ഷെ പാട്ട് പതുക്കെ വലിഞ്ഞു ഡാൻസ് കയറ്റി കൂവുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് മൂന്നാമതാണ് സുമേഷ് ചന്ദ്രന്റെ വൺമാൻ ഷോ ആയിട്ട് കുടിയനായിട്ട് ഓഡിയൻസിന്റെ ഉള്ളിൽ നിന്നൊക്കെ കയറി വരുന്നു. ഈ ഓഡിയൻസിന്റെ ഉള്ളിൽ നിന്ന് കയറി വരുമ്പോഴും ഈ കൂവല് നിന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും ഈ ഇച്ചിരി കൂടുതലായതുകൊണ്ട് കൂവലിലൊന്നും നമ്മൾ അടങ്ങില്ല, വന്നാണോ നമ്മൾ കയറണമല്ലോ. അന്ന് കയറി വന്നിട്ട് ഞാൻ ഈ കൂവുന്നതിനെതിരെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാനൊന്നും പറഞ്ഞിട്ട് പോലില്ല കൂവിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് എനിക്കറിയാം ധാരാ കൂവുന്നതെന്ന്. ഈ ഇവിടെയുള്ള കുറെ സുരേഷും കൂട്ടുകാരുമാണ് എന്നെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് കൂവെന്നൊക്കെ പറഞ്ഞ് അവർ പതുക്കെ സൈലന്റ് വന്നിട്ട് ഇവര് വീണ്ടും ഇതുപോലെ തന്നെ കൂവൽ. ഞാനപ്പോ തന്നെ പറഞ്ഞു, നീ കൂവിക്കോ, രവി, സണ്ണി എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇനിയൊക്കെ സ്കെച്ച് ചെയ്തേ ഒരു പാട്ടി അവിടെ നിന്ന് പാടിയിട്ടല്ലാണ്ട് ഞാൻ പോവില്ല. എനിക്ക് വീട്ടിൽ പിള്ളേരെ നോക്കി എനിക്ക് പാപ്പം മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു പാട്ടെങ്കിലും പാടാണ്ട് എനിക്ക് പണിക്കാശ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞ് അങ്ങനെ കൈയടിച്ച് അവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് പോയി. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവര് മുഴുവൻ ഈ അങ്കമാലിയിലുള്ള ഇവര് ഓഡിയൻസ് മുഴുവൻ ബെല്ലി ഡാൻസിന് വെയിറ്റിംഗ് ആണ്. നമ്മളവിടെ എന്ത് ചാർലി ചാപ്ലിൻ കളിച്ചിട്ട് കാര്യമില്ല, ബെല്ലി ഡാൻസിന് വെയിറ്റിംഗ് ആണ്. പിന്നെ എന്താ പറയാ, സ്റ്റേജിന്റെ പുറകിലുള്ള ആൾക്കാർ നേരെ ഫ്രണ്ടിൽ വന്നു. മൂന്നാമത് റിലീസായ പാട്ടാണ് ജിങ്ക ജിങ്ക ജിങ്കാല എന്നുള്ള നമ്മുടെ അടിപൊളി പാട്ട്.
കർണാടക ഡിപ്പാർട്ട്മെന്റ് നോട്ടുമാലയൊക്കെ വന്ന് എഴുതുന്നതാണ്. ചേട്ടാ നീ നായകനായിട്ട് ചിത്രം വരുമോ? നീ സ്കിറ്റുമായിട്ട് സ്റ്റേജിൽ കാണാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഞാന് നായകനായിട്ടില്ല, എന്നോട് കഥ പറയാൻ വേണ്ടി ആളുകൾ വിളിക്കുന്നുണ്ട്.